വർക്കല സ്വസ്തി ജോഷ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പുല ആചരിക്കേണ്ടത് എങ്ങനെ, പുല ആചരിക്കേണ്ടതിൻ്റെ ദിവസങ്ങളുടെ എണ്ണം എത്ര എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു സാമാന്യമായ വിവരണമാണ്. ദേശം, കാലം, കുലം, ഗോത്രം, സമയം ഇതൊക്കെ വെച്ചിട്ട് ഓരോ സമുദായത്തിനും ഓരോ ആചാരമുണ്ടാകും, ഓരോ ഗോത്രത്തിനും ഓരോ ആചാരമുണ്ടാകും, ഓരോ ജനസമൂഹത്തിനും ഓരോ ജനതതിക്കും അവർ ആചരിക്കുന്ന കാര്യങ്ങളിൽ വ്യത്യാസമുണ്ടാകും. ഒരു കാരണവശാലും കേരളത്തിൽ ആചരിക്കുന്ന രീതി ആയിരിക്കണമെന്നല്ല, ഇത് വിട്ട് മറ്റുള്ള ദേശത്ത് ചെല്ലുമ്പോൾ വ്യത്യാസം ഉണ്ടാകാം. എന്നാൽ തന്നെയും ചില പൊതുവായ കാര്യങ്ങൾ പറഞ്ഞാൽ, എങ്ങനെയാണ് ഒരു ഗ്രഹത്തിൽ ഒരു മരണം നടന്നാൽ ആ ഗ്രഹത്തിലുള്ള ആ മരിച്ചുപോയ വ്യക്തിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എത്ര ദിവസം പുല ആചരിക്കണം എന്ന് വെച്ചാൽ, എത്ര ദിവസത്തോളം അവർ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല, പൊതുവായൊക്കെ ഇടപെടാൻ പാടില്ല, എത്ര ദിവസം അവർക്ക് അശുദ്ധിയുണ്ട്, മരണം കൊണ്ടുള്ള പുല കൊണ്ടുള്ള അശുദ്ധിയുണ്ട് എന്ന് ചോദിച്ചാൽ, സാമാന്യമായ രീതിയാണ് പറയുന്നത്. ഓരോ സമുദായത്തിനും ചില വ്യത്യാസങ്ങൾ, ചില ദേശങ്ങളിലും വ്യത്യാസം കാണും. എന്നാലും പൊതുവെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ടുള്ള ആചാര്യന്മാർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ചില വാക്കുകളുണ്ട്. സന്ധ്യാം ശുദ്ധിർ മുനീനാം ദ്വിജാനാം ദശമേവച ഏകാദശോ ഭൂഭാനാം ദ്വാദശോ വൈശ്യ ശൂദ്രയോഹോ കുലഹീനേതു മാസാർത്ഥേ. ഇതിന്റെ പൊതുവായ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഒരു മുനി മരിച്ചാൽ, ഒരു മഠത്തില്, ഒരു സന്യാസി മഠത്തില് ഒരു മുനി മരിച്ചാൽ ഒരു സന്ധ്യ മാത്രമേ അവിടെ പുലയുള്ളൂ. അത് കഴിഞ്ഞാൽ ഓക്കെ, എല്ലാം സ്വാഭാവികമായി തീരും. വലിയ മുനിമാരെ സംബന്ധിച്ച് രക്തബന്ധമില്ല, മാതൃപിതൃ ബന്ധങ്ങളൊന്നുമില്ല, അതിനൊക്കെ അപ്പുറത്താണ്. അതുകൊണ്ട് ഒരു സന്ധ്യ മാത്രമേ ഒരു മുനി മരിച്ചാൽ ഒരു ആശ്രമത്തിനുള്ളൂ. ദ്വിജാന ദശമേവച, പുതിയ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഷോഡശാദി കർമ്മങ്ങൾ ചെയ്ത് പാരമ്പര്യമായ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട വ്യക്തികൾക്ക് 10 ദിവസത്തെ പുലയുണ്ട്, അവർ ആചരിക്കണമെന്നാണ്. ഏകാദശോ ഭൂഭാനാം, 11 ദിവസമാണ് ക്ഷത്രിയർക്ക്. പഴയ കാലത്തെ ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. 11 ദിവസം ക്ഷത്രിയർ പുല ആചരിക്കണമെന്നും, ദ്വാദശോ വൈശ്യ ശൂദ്രയോഹോ, 12 ദിവസമാണ് വൈശ്യ ജാതിയിൽപ്പെട്ടവർക്ക്, ശൂദ്രജാതിയിൽപ്പെട്ടവർക്ക് പുല ആചരിക്കണമെന്നുള്ളത് ആചാര്യമതം. ഇനി ആരാണ് 16 ദിവസം പുല ആചരിക്കേണ്ടത്? കുലഹീനീത മാസാർത്തെ, കുടുംബത്തിൽ നിന്ന് ഭ്രഷ്ട് സംഭവിച്ചവർ, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് സംഭവിച്ചവർ, ഏറ്റവും സമൂഹത്തിന്റെ ഈ പറഞ്ഞ 4 വർണ്ണങ്ങളിൽ നിന്നും അത് ശേഷമുള്ള ആൾക്കാർ, അവർക്ക് 16 ദിവസത്തെ പുല എന്നാണ് പറയുന്നത്. ഇതിൽ വർണ്ണങ്ങളുടെയും ജാതിയുടെയും പേര് പറഞ്ഞതിൽ ഒരു വിവാദമൊന്നും വേണ്ട. ഞാൻ എൻ്റെ അറിവിൽപ്പെട്ട എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു വന്നൊരു പഴയ പ്രമാണം ഞാനിവിടെ ഉദ്ധരിച്ചു എന്നല്ലാതെ ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തിന് ഒന്നും താഴ്ത്തി കെട്ടാൻ വേണ്ടിയല്ല ആ വാക്കുകളുടെ ഉപയോഗിച്ചത്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതി എന്ന് പറഞ്ഞതല്ലോ. അത് കഴിഞ്ഞാൽ, ആ ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുല തീർന്നു, ക്ഷേത്രത്തിൽ പോവാം, ആരാധനയൊക്കെ ആവാം. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളെക്കാളും കുറയരുത് പുല ആചരിക്കുന്നത്. കൂടിയാലും കുഴപ്പമില്ല. ഇപ്പം 10 ദിവസം ബ്രാഹ്മണന് പുല ആചരിക്കാൻ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം 13ഓ 15ഓ ആചരിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ വൈശ്യശൂദ്രയോഹോ, സാമാന്യമായും ബ്രാഹ്മണരും ക്ഷത്രിയും അല്ലാത്തവർക്ക് 12 ദിവസത്തെ പുലയും 13 ശുദ്ധി എന്ന് പറഞ്ഞത്, അവർ 15നോ 16ഓ അവർ ശുദ്ധി ആയിക്കൊള്ളട്ടെ, കുളി നടത്തിയേക്കുന്നത് കുഴപ്പമില്ല. അധികം 2 ദിവസം ആയാലും കുഴപ്പമില്ല. അതിന് മുന്നേ ചെയ്താൽ ആ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ പൂർത്തീകരണമാവുന്നില്ല. അതുപോലെ ക്ഷേത്രത്തിൽ പോകണം എന്നുണ്ടെങ്കിൽ തന്നെയും ഈ പറഞ്ഞ പുല കഴിഞ്ഞ ദിവസങ്ങൾക്ക് ശേഷം ആണ് പോവേണ്ടത്. മാത്രമല്ല, മരണാനന്തര ചടങ്ങുകളെല്ലാം അതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് പുല കഴിഞ്ഞാൽ വേണ്ടപ്പെട്ട മരിച്ച ആളിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ ക്ഷേത്ര ദർശനം നടത്തുമ്പോഴാണ് ആ ചടങ്ങ് പോലും പൂർത്തിയാവുന്നത്. പുലകുടി ഈ പറഞ്ഞ എണ്ണ തേച്ച് കുളിച്ച് ശുദ്ധിയാവുന്ന ദിവസമുണ്ട്. അത് ചില ആൾക്കാർ നേരത്തെ പറഞ്ഞതുപോലെ 13 ചെയ്യും, 15 ചെയ്യും, 16 ചെയ്യും. ആ പുലകുടി അടിയന്തരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അമ്പലത്തിൽ പോകാവൂ. അമ്പലത്തിൽ പോകണം, ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തണം. നിങ്ങളുടെ പുല കഴിഞ്ഞാൽ, നിങ്ങളുടെ കുളി കഴിഞ്ഞാൽ നിങ്ങൾ അമ്പലത്തിൽ പോയാൽ മാത്രമേ ഈ കർമ്മം പൂർത്തിയാകുന്നുള്ളൂ. പോയതുകൊണ്ട് ക്ഷേത്രത്തിനോ ക്ഷേത്ര ആചാരത്തിനോ ഒന്നും ഒരു ഭംഗവും വരുന്നില്ല. നിങ്ങൾ പുലകുളി അടിയന്തരം കഴിഞ്ഞു, നിങ്ങൾ പുല കുളിച്ചു കഴിഞ്ഞു, ശുദ്ധിയായി കഴിഞ്ഞു, തീർച്ചയായും ക്ഷേത്രത്തിൽ പോകണം. പുല തീർന്നാൽ ക്ഷേത്രത്തിൽ പോകണം, ആരാധന നടത്തണം. യാതൊരുവിധ അശുദ്ധി അതുമായി ബന്ധപ്പെട്ടില്ല. അനാവശ്യമായ ചില വിവാദങ്ങളൊക്കെ ഉണ്ട്. പുല നടന്നു കഴിഞ്ഞാൽ, പുല തീർന്നു കഴിഞ്ഞാൽ ഒരാണ്ട് അമ്പലത്തിൽ പോകാൻ പാടില്ല, 6 മാസം പൊയ്ക്കൂടാ, 41 ദിവസം പൊയ്ക്കൂടാ, അങ്ങനെയൊന്നുമില്ല. ശരിക്ക് ഹൈന്ദവ സമൂഹത്തിൽ അങ്ങനെ ഒരു രീതിയോ അങ്ങനെ ഒരു സമ്പ്രദായമോ ഒന്നുമില്ല. 16 കുളി കഴിഞ്ഞാൽ, 13 കുളി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമ്പലത്തിൽ പോകാം.
പോകണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനലിൻ്റെ മറ്റ് വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.